എന്നുള്ളതാണ്. വർത്തമാനകാലത്തിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. وَضَرَبَ اللَّهُ مَثَلًا لِّلَّذِينَ آمَنُوا. ഓ വിശ്വാസികളെ, നിങ്ങൾക്കൊരു വലിയ ഉദാഹരണം ഖുർആൻ പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചില മാതൃകകളെ അവതരിപ്പിക്കുകയാണ്. അതിൽ ഉത്തമമായ ഒരു മാതൃകയാണ് وَضَرَبَ اللَّهُ مَثَلًا لِّلَّذِينَ آمَنُوا. വിശ്വാസികളായ ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഉപമ ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യയെ നിങ്ങൾക്ക് ഉദാഹരണമായി അവതരിപ്പിക്കുകയാണ്. എന്തേ മഹദിയ ലോകത്തിന്റെ മുമ്പിൽ ഉദാഹരണമായി പവിത്രമായ ഖുർആനും രാജാതിരാജനായ റബ്ബും അവതരിപ്പിക്കുന്നത്? ഇദ് ഖാലത്, മഹദി അവർകൾ പറഞ്ഞു, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ അടുക്കൽ എനിക്കൊരു വീട് സ്വർഗത്തിൽ തരണമേ അല്ലാഹ്. ഈ പ്രയോഗത്തിനൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. ത്വലബത്തിൽ ജിവാറ ഖബ്ല ദാർ. മഹദി ആദ്യം ആവശ്യപ്പെടുന്നത് സ്വർഗത്തിലെ വീടല്ല. റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ സമീപത്ത് അഥവാ നിന്റെ സാമീപ്യത്തിന് പറ്റുന്ന ഒരു വീട് എനിക്ക് വേണം. ആരാണ് ബീവി ആസിയ റളിയല്ലാഹു അൻഹാ, ഇംറഅതു ഫിർഔൻ, ഫറോവയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനാണ് പടച്ചവനെന്ന് വാദിക്കാൻ മാത്രം വലിയ ഭൗതികാധികാരമുള്ളവനായിരുന്നു. ഒരാൾക്ക് വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ ഞാനാണ് രാജാവെന്ന്? ഒരാൾക്ക് വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന്? കേവലമായ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, ഒരു രാജ്യത്തിന്റെ രാജാവല്ല, മറിച്ച് വളരെയേറെ സവിശേഷാധികാരങ്ങളുള്ള ഒരു രാജാവാണ്. ആ രാജാവിന്റെ രാജപദവിയിൽ തിരുവായിക്ക് എതിർവായില്ലെന്ന് വന്നപ്പോഴാണ് അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് വാദിക്കുകയും അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തത്. അപ്പോൾ എത്ര വലിയ അധികാരമാണ്! ആ അധികാരം നടത്തുന്നയാളുടെ ഭാര്യയാണ്, പത്നിയാണ് ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈമാനിന്റെ തെളിച്ചം ഉദിച്ചുയർന്ന് പ്രപഞ്ചാധിപനായ റബ്ബിലേക്ക് അത് സന്ധിച്ചപ്പോൾ അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ നബിയുല്ലാഹി വ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അറിഞ്ഞപ്പോൾ മഹദി അവറുകൾ പറഞ്ഞു, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഈ ലോകത്തെ കൊട്ടാരമല്ല എനിക്ക് വലുത്, രാജ്ഞി പദമല്ല എനിക്ക് വലുത്, ഈ രാജ്യത്തെ ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളല്ല എനിക്ക് വലുത്. എനിക്ക് വലുത് അല്ലാഹു അല്ലാഹു അല്ലാഹ്. നമ്മുടെ ജീവിതം എവിടെയാണ്? നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നത് ഏത് നിസ്സാരമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബിനെ മറക്കുന്നവരല്ലേ നമ്മൾ. എന്നാൽ ഈ ലോകത്തൊരു സ്ത്രീക്ക് കിട്ടാവുന്ന പദവിയിൽ വെച്ച് ഉയർന്ന ഒരു പദവിയല്ലേ രാജ്ഞി പദം. ആ രാജ്ഞി പദം ലഭിച്ചിട്ട് അതിനെ പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് എവിടേക്കാണ്? റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിനോട് വീട് ചോദിക്കുന്നതിന് മുമ്പ് സാമീപ്യം ചോദിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയല്ലേ. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്, കമുല മിനർ റിജാലി കസീർ. പുരുഷന്മാരിൽ പരിപൂർണരായവർ ഒരുപാടുണ്ട്. വലം യകുമുൽ മിനൻ നിസാഇ ഇല്ലാ ആസിയ. അതേ സമയത്ത് സ്ത്രീകളിൽ നിന്ന്
പ്രധാനമായും 4 പേരാണ് പരിപൂർണത കൈവരിച്ചവർ. ഒന്ന് ആസിയത്തും ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹയും വമറിയമു ബിൻതു ഇമ്രാൻ, ഇമ്രാനിന്റെ മകളായ മറിയം ബീവി അലൈഹിസ്സലാം. അതുപോലെ ഖദീജത്തു ബിൻതു ഖുവൈലിദ്, ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയിലെ ചൂടും തണുപ്പമറിഞ്ഞ് ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശത്തെ പരിപാലിക്കാൻ നിയോഗം കിട്ടിയ, ഈ ലോകത്തെ പിറന്നതിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യവതി എന്ന് പറയാനുള്ള മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. 4ാമത്തെ മഹദിയാരാണ്? ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മറ്റൊരു നിവേദനത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറിയുമോ എന്റെ പ്രിയപ്പെട്ട ആയിഷ, വഇന്ന ഫളല ആയിഷത അലൻ നിസാ കഫളലി الثريد على سائر الطعام. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയും അതുപോലെ സ്വർഗീയ റാണികളിൽ ഒരാളാണ്. അല്ലാഹു പദവി കൊടുത്ത പരിപൂർണതയുടെ പര്യായങ്ങളായ മഹിളകളിൽ ഒരാളാണ്. ഞാൻ തിരിച്ചു വരട്ടെ, വിശ്വാസികൾക്കുള്ള ഉദാഹരണമായി ഖുർആൻ നേരെ പറഞ്ഞ മഹദിയല്ലേ ആസിയത്തും ഇംറഅത്തു ഫിർഔൻ. എന്റെ സംസാരം അപ്പുറത്തിരുന്ന് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്, റോൾ മോഡലാണ് മഹദിയായ സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹാ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ എവിടേക്കാണ് തിരിയേണ്ടത്? ഈ ലോകത്തെ പളപളപ്പിലേക്കല്ല, അനുഗ്രഹങ്ങളിലേക്കല്ല. നമ്മുടെ നിത്യേനയുള്ള അജണ്ടകളിൽ ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളല്ലാതെ പരലോകത്തെക്കുറിച്ചുള്ള വിചാരം വരാറുണ്ടോ? അതാലോചിക്കേണ്ട സദസ്സാണിത്. ഇതൊരു ഉപചാരത്തിനു വേണ്ടിയുള്ള ദിക്റിന്റെ സദസ്സല്ല. ഇതൊരു ചടങ്ങിന് വേണ്ടിയുള്ള ആത്മീയ വേദിയല്ല. ഈ സദസ്സിൽ നിന്നും ഉയരുന്ന കരങ്ങൾ, ഈ സദസ്സിൽ നിന്ന് ചലിക്കുന്ന അധരങ്ങൾ, ഈ സദസ്സിൽ നിന്ന് നമിക്കുന്ന ഹൃദയങ്ങൾ പ്രപഞ്ചാധിപനിലേക്ക് എത്താനുള്ളതാണ്, അല്ലാഹുവിലേക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവർക്ക് ഏറ്റവും പ്രിയം അല്ലാഹുവിനോടാണ്. നമ്മുടെ ഖൽബ് റബ്ബിലേക്ക് വരണം. നമ്മുടെ ആലിമീങ്ങൾ പകലന്തിയോളം അല്ലെങ്കിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച് ആളുകളുടെ മുമ്പിൽ പോയി കൈനീട്ടി ചില്ലറ വാങ്ങുന്നത് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയല്ല, അവരുടെ കുടുംബത്തെ പോറ്റാനല്ല, അവരുടെ ഏതെങ്കിലും സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. മറിച്ച് ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദിക്ർ നിലനിൽക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ എന്തിനിത്ര പ്രയാസപ്പെടണം? ഒരാവശ്യവുമില്ല. ആളുകളുടെ മുമ്പിൽ പോയി അവരുടെ മൂക്കും മുഞ്ഞിയും അവരുടെ അറപ്പും വെറുപ്പും അവരുടെ ഇഷ്ടവും അനിഷ്ടവും കണ്ട് നിൽക്കേണ്ട ആവശ്യമെന്താണ്? ഒരു മുത്തഅല്ലിമിനെ പോറ്റാൻ, ഒരു ആലിമിനെ വാർത്തെടുക്കാൻ, ഒരു പണ്ഡിതനെ പാകപ്പെടുത്താൻ ഞങ്ങളുടെ എല്ലാമായി സ്ഥാപനത്തിന്റെ ജീവനാടി ശൈഖുനാ ഉസ്താദ് അവറുകൾ എന്തിനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കൈനീട്ടിയത്?
ഉസ്താദ് അവറുകൾ നിങ്ങളുടെ വീട്ടുകളിൽ വീട്ടുപടിക്കലേക്ക് വന്നത്? എന്തിനാണ് പ്രവാസ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ പരിമിതമായ സൗകര്യമുള്ള നിങ്ങളുടെ അക്കോമഡേഷനിലേക്ക് വന്ന് നിങ്ങൾ ഒഴിഞ്ഞുകിടന്നു കൊടുത്ത കട്ടിലിൽ കിടന്നത്? എന്തിനാണ് രാവിലെ ക്യൂ നിൽക്കുന്ന ബാത്റൂമിന്റെ അടുക്കൽ വന്ന് കാത്തുനിന്നത്? അവിടുത്തെ ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടിയല്ല, ഈ ഉമ്മത്തിന് 1000 ആലിമീങ്ങളെ സമർപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് 1000 ആലിമീങ്ങളെ സമർപ്പിക്കുന്നത്? ലിഹിയാഇ ദിക്റില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ ഹയാത്താക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. ഉസ്താദിന് ഇവിടെ കുടുംബം പോറ്റാൻ നമ്മുടെ ആരുടെയും ഔദാര്യത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു തആല അല്ലാതെ തന്നെ ഉസ്താദിന് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ തറവാട് കൊണ്ട് നൽകിയിട്ടുണ്ട്. പിന്നെയും ഉസ്താദിനൊരു കുടുംബത്തെ പോറ്റണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരെ? പിന്നെ എന്തിനാണ് 1/2 നൂറ്റാണ്ടോളം ഉസ്താദ് അവറുകൾ രാപ്പകലില്ലാതെ ദേശാടനങ്ങൾ നടത്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് വന്നത്? ലില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അവന്റെ ദിക്റിനെ ഇഹ്യാ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു തആല ആ നിലക്ക് നമ്മുടെ ഗുരുവര്യന്മാരിൽ നിന്ന്, അവരുടെ ഖാദിമീങ്ങളായ നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം ഇവിടെ നിലനിൽക്കണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇവിടെ ഉണ്ടാകണം.